ഹായ് ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC സിലബസിലെ ടോപ്പിക്കാണ് കല, കായിക, സാഹിത്യ, സംസ്കാരം എന്ന് പറയുന്നത്. അതിൽ കലകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലത്തെ ചിത്രകലകളെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് ചിത്രകലകളെ കുറിച്ചിട്ടാണ്. അപ്പം കേരളത്തിൻ്റെ ചിത്രകലകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എടയ്ക്കൽ ഗുഹകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എടയ്ക്കൽ ഗുഹകൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സ്ഥലത്താണ്? അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ എടയ്ക്കൽ ഗുഹകൾ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് മലയിലാണ്? അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എടയ്ക്കൽ ഗുഹകളിൽ എവിടെയാണ്? ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് എടയ്ക്കൽ ഗുഹകളുള്ളത്. ഏത് മലയിലാണ്? അമ്പുകുത്തി മലയിലാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ എടയ്ക്കൽ ഗുഹകൾ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അത് ആരാണെന്നാണ്. അപ്പോൾ എടയ്ക്കൽ ഗുഹകൾ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഫോസ്ഫറ്റാണ് ഈ ലോകത്തിന് മുമ്പിൽ ഇത് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം എന്ന് പറയുന്നത് മലബാറിലെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ എഫ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻസും മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറഞ്ഞത്. എടയ്ക്കൽ ഗുഹകളിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ എടയ്ക്കൽ ഗുഹകൾ ഏത് മലയിലാണുള്ളത്? അമ്പുകുത്തി മലയിലാണുള്ളത്. ഇനി എടയ്ക്കൽ ഗുഹകൾ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തത് ആരാണ്? എഫ് ഫോസ്ഫേറ്റ്. ഇനി വേറൊരു സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരെ ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ്. മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരെ ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ചുവർ ചിത്രകലയുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ മമ്മിയൂർ എന്ന് പറയുന്നത് ഗുരുവായൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ മമ്മിയൂർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരെ കുറിച്ചിട്ടാണ്. അദ്ദേഹം എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ ചുമർ ചിത്രകലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചുവർ ചിത്ര കലാകാരനാണ് ആരെന്ന് പറയുന്നത്? മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഗുരുവായൂർ ദേവസ്വം ചുവർ ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. അപ്പോൾ ആരാണ് ഗുരുവായൂർ ദേവസ്വം ന്യൂറൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ ചുവർ ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരാണ് അത് സ്ഥാപിച്ചത്. അദ്ദേഹം അറിയപ്പെടുന്നൊരു ചുവർ ചിത്ര കലാകാരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗജേന്ദ്രമോക്ഷം എന്ന കഥയെ ആസ്പദമാക്കി ചുവർചിത്രം എവിടെയാണ് വരച്ചിരിക്കുന്നത് എന്നതാണ്. കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്രമോക്ഷം എന്ന കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ചുവർചിത്രം വരച്ചിരിക്കുന്നത്. ഇനി ഈ കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. ഈ കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒരു കൊട്ടാരത്തിനകത്ത് വരച്ചിട്ടുള്ള ഏറ്റവും വലിയ ചുവർചിത്രമാണ് ഏതെന്ന് പറയുന്നത്? ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കായംകുളത്താണ്. ഒരു കൊട്ടാരത്തിൽ ഏറ്റവും വലിയ ചുവർചിത്രമാണ് ഏതെന്ന് പറയുന്നത്? ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ചുവർ ചിത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കല പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലെ ചുവർ ചിത്രമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയോധന കലകളെ കുറിച്ചിട്ടാണ് ആ ചുവർ ചിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ചുവർ ചിത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വർക്കല പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലുള്ള ചുവർ ചിത്രമാണ്. ഒരു കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ചിത്രം ഏതാണെന്ന് ചുവർ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണ് ഏതെന്ന് പറയുന്നത്? ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം എന്ന് പറയുന്നത്. അപ്പം ഈ ആർട്സ് സെൻറ്ററിലുള്ള വർക്കല പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലുള്ള ചുവർചിത്രത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് സുരേഷ് മുതുകുളമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ചുവർ ചിത്ര നഗരം ഏതാണെന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ചുവർ ചിത്ര നഗരം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ചുവർ ചിത്ര നഗരം എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ,
ചിത്രകാരന്മാരിലെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്താണ്? രാജാ രവിവർമ്മയാണ് ചിത്രകാരന്മാരിലെ രാജാവെന്നോ അല്ലെങ്കിൽ രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ എന്ന്. ഇത് നമ്മൾ രാജാ രവിവർമ്മേനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അദ്ദേഹം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്ന് പറയുന്നത് പ്രശസ്തനായിട്ടുള്ളൊരു ചിത്രകാരനാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് കൈസർ ഇ ഹിന്ദ് ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുള്ള ഒരേ ഒരു ചിത്രകാരൻ ആരാണ്? നമ്മളുടെ രാജാ രവിവർമ്മയാണ്. അപ്പോൾ കൈസർ ഇ ഹിന്ദ് ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുള്ള ഒരേ ഒരു ചിത്രകാരൻ ആരാണ്? രാജാ രവിവർമ്മയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മമുന കൊണ്ട ശകുന്തള. നമുക്ക് രാജാ രവിവർമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു ചിത്രം ഏതാണ്? ധർമ്മമുന കൊണ്ട ശകുന്തള. പിന്നെ ഏതാണ്? ശകുന്തളയുടെ പ്രേമലേഖനം. പിന്നെ മുല്ലപ്പൂ ചൂടിയ നായർ വനിത. ഇതൊക്കെ ആരുടെ ചിത്രമാണ്? രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. ഇതൊക്കെ മുൻകാല LDCയിൽ ചോദിച്ചിട്ടുള്ള. അപ്പോൾ രാജാ രവിവർമ്മയ്ക്ക് മാത്രമാണ് എന്ത് അവാർഡ് കിട്ടിയിട്ടുള്ളൂ? ഖൈസർ ഇ ഹിന്ദ് ബഹുമതി കൊടുത്തിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദരിച്ചിട്ടുള്ളൂ. പിന്നെ രാജാ രവിവർമ്മയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ധർമ്മമുനം കൊണ്ട ശകുന്തള, ശകുന്തളയുടെ പ്രേമലേഖനം, മുല്ലപ്പൂ ചൂടിയ നായർ വനിത. അതേപോലെ തന്നെ രാജാ രവിവർമ്മയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? തമിഴ് സ്ത്രീയുടെ ഗാനാലാപനം, പാൽ കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത, മലബാർ മനോഹരി, അതാ അച്ഛൻ വരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് രാജാ രവിവർമ്മയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ? ധർമ്മമുന കൊണ്ട ശകുന്തള, ശകുന്തളയുടെ പ്രേമലേഖനം, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, തമിഴ് സ്ത്രീയുടെ ഗാനാലാപനം, പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത, മലബാർ മനോഹരി, അതാ അച്ഛൻ വരുന്നു. ഇതൊക്കെ ആരുടെ ചിത്രങ്ങളാണ്? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിസ്തുവും ലാസറും ലുംബിനി എന്ന് പറയുന്നത് ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ലുംബിനി എന്ന് പറയുന്നത്. അതേപോലെ മലബാർ കർഷകർ എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KCS പണിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരനാണ്. അദ്ദേഹമാണ് ക്രിസ്തുവും ലാസറും ലുംബിനി എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധൻ ജനിച്ചിട്ടുള്ള സ്ഥലമാണ് ലുംബിനി എന്ന് പറയുന്നത്. മലബാർ കർഷകർ എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? KCS പണിക്കറാണ്. KCS പണിക്കറാണ് ക്രിസ്തുവും ലാസറും ലുംബിനി, മലബാർ കർഷകർ എന്നീ ചിത്രങ്ങൾ വരച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായനം. കാഞ്ചനസീത എന്നീ സിനിമകളിലെ ആർട്ട് ഡയറക്ടർ ആയിരുന്ന ചിത്രകാരൻ ആരായിരുന്നു? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിരുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏതൊക്കെ സിനിമകളിലെ ആർട്ട് ഡയറക്ടറായിരുന്നു? കാഞ്ചനസീത, അതേപോലെ ഉത്തരായനം. ഈ 2 സിനിമകളിലും ആർട്ട് ഡയറക്ടറായിരുന്ന ചിത്രകാരൻ ആരായിരുന്നു? ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിരുന്നു. അതേപോലെ MT വാസുദേവൻ നായരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവലാണ് 2-ാം ഊഴം. ആ നോവലിലെ കഥാപാത്രങ്ങളുടെ രേഖാചിത്രം വരച്ചതും ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. അപ്പം 2-ാം ഊഴത്തിലെ കഥാപാത്രങ്ങളിലെ രേഖാചിത്രം വരച്ചത് ആരാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് LDCയിൽ ഇതിനു മുമ്പ് ചോദിച്ചു. ഇന്നത്തെ ക്ലാസ്സൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.